നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമമെന്ന കുട്ടിയുടെ മാതാവ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ നാവിന് വേദനയുണ്ട്. കേസുമായി മുന്നോട്ട് പോകുമെന്ന് മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആരോഗ്യവകുപ്പ്. ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന് രാജ്യം വിടാൻ പോലീസ് ഒത്താശ. ബംഗളൂരുവിൽ എത്താനുള്ള സുരക്ഷിത മാർഗം പറഞ്ഞുകൊടുത്തത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ. രാഹുലിനായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ നീക്കം. മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സഭാ പിളർപ്പിലേക്ക് സ്വതന്ത്ര സഭയായി മുന്നോട്ടു പോകാൻ നീക്കം. മാർസെവറിയസിന്റെ സസ്പെൻഷൻ സഭ തള്ളി. 21 അസോസിയേഷൻ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ. നാളെ ചിങ്ങവനത്ത് ശക്തി പ്രകടനം. അന്ത്യോക്യ പത്രികോർസിന് തിരിച്ചടി. സെബോറിയസിന്റെ സസ്പെൻഷൻ കോടതി തടഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രത്യക്ഷ സമരത്തിന് മുസ്ലിം ലീഗ്. 29 കാസർഗോഡ് മുതൽ പാലക്കാട് വരെ കളക്ടറേറ്റ് മാർച്ച്. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ MSF പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി നൌഫൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും മഴ ശക്തമാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും. തീര മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സമസ്ത മുഖപത്രത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കി മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം പത്രം നടത്തിയ പ്രവർത്തനങ്ങൾ വേദനയുണ്ടാക്കിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നീരസം സമസ്ത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രതികരണം. വായ്പയെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം പ്രതിസന്ധിയിൽ. കേന്ദ്രാനുമതി വൈകുന്നത് സാമ്പത്തിക ഞെരുക്കം കൂട്ടുന്നു. പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ളവ അവതാളത്തിലാകും. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടറെ ന്യായീകരിച്ചുള്ള